ഹലോ ഫ്രണ്ട്സ്, അപ്പം ഫസ്റ്റ് പാർട്ട് നമ്മുടെ ടീ ഫാക്ടറിൻ്റെ എൻട്രൻസിലേക്ക് കയറുന്ന ഭാഗം വെച്ചാട്ടോ നടത്തിയത്. ഇത് സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന പതിനേഴ് ഇടനാഴി കേട്ടോ. അവിടെ തന്നെ നമ്മുടെ ടീ ഫാക്ടറിൻ്റെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ വന്ന സമയം തൊട്ട് നമ്മുടെ ടീ ഫാക്ടറിൻ്റെ ഒറിജിനും അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് കേട്ടോ അവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ തേയിലയില്ലേ, തേയില അത് ഇട്ടേക്കുന്നൊരു മെഷീൻ, ഒരു എന്താ പറയുക അരിപ്പ പോലത്തെ സംഭവം കേട്ടോ. അടിയിലിങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ തേയില ഇങ്ങനെ ഒരു എടുത്തുകൊണ്ട് പോകുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ കാണുന്ന ഒരു കൊട്ട പോലത്തെ അതിനകത്താട്ടോ ഇത് തേയില എടുത്തുകൊണ്ട് പോകുന്നത്. അതെടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടിടും. പിന്നെ അവിടുന്ന് അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ മേൽഭാഗത്താണ് ഫസ്റ്റ് കാണുന്ന ഭാഗം ഇതാട്ടോ. ഇവിടെ നമ്മൾ തേയിലയൊക്കെ ആ ബോക്സിൽ കൂടെ വന്നിട്ട് ആ പച്ചക്കോടില്ലേ, ഈ കാണുന്ന പച്ചക്കോടിൽ കൂടെ താഴേക്ക് പോയി ബാക്കി പ്രോസസ്സൊക്കെ താഴെ നാട്ടോ നടക്കുന്നത്. ആ താഴേക്ക് പോയപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴേക്ക് ചെല്ലണം. താഴേക്ക് ചെല്ലുമ്പം നമുക്ക് ആ മേലേന്ന് തേയില വന്ന ഒരു കുഴൽ കാണാം. ഈ പച്ച കളറുള്ള കുഴലിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ ഈ തേയില ഇറങ്ങി വരുന്നത്. അത് ആ മെഷീൻ്റെ ഉള്ളിൽ നിന്ന് പൊടിഞ്ഞിട്ടാട്ടോ അടുത്ത സെക്ഷനിലോട്ട് പോകുക. അത് പൊടിഞ്ഞ് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പൊടിഞ്ഞെന്ന് തോന്നുന്നു. അതങ്ങനെ പൊടിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു അരിപ്പ പോലത്തെ ഒരു സാധനം കണ്ടോ, അരിപ്പ പോലത്തെ സാധനം അത് സെപ്പറേറ്റ് ചെയ്ത് അതിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഇല്ലേ, മൈലാഞ്ചിൻ്റെ ഒക്കെ ഒരു മണമായിട്ട് വരും. തേയിലേൻ്റെ മണം നല്ല ഇപ്പോൾ വരിക, അത് പൊടിച്ചതിൻ്റെ ശേഷമുള്ള മണമായിരിക്കും. നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഒരു അരച്ച മണമാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അതിലേക്കൂടെ വേണ്ടേ കണ്ടോ, ചെറിയ കണികളായിട്ട് അരഞ്ഞു പോകുന്നത് കണ്ടോ. അപ്പോൾ ആ പ്രോസസ്സാണ് ആ കോഴിക്കോടിൽ നടക്കുന്നത്. അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ അരിച്ചരിച്ചരിച്ച് അങ്ങനെയായിട്ടാണ് പോകുന്നത്. കാരണം അത്രയും എന്താ പറയുക, അത്രയും സൂക്ഷ്മ കണികളായിട്ട് തന്നെയാട്ടോ പോകുന്നത്. അത്ര ഇതുണ്ട് വലിയ, നമുക്ക് അത്ര അടുത്ത് കാണത്തില്ല, അകലെ നിന്നല്ലേ കാണുന്നേ. അപ്പം അങ്ങനെ വേണ്ടേ ഓരോ മെഷീനിൽ കൂടി കടന്ന് അതിങ്ങനെ തരി ഇങ്ങനെ കുറഞ്ഞായിരിക്കും വരുന്നതായിരിക്കും. നമ്മൾ ഓരോ ഭാഗമായിട്ട് കാണുന്നേ കണ്ടില്ല, അതിങ്ങനെ തരി കുറഞ്ഞ് വരും. നമ്മുടെ ചായപ്പൊടീൻ്റെ ആ ഒരു ഇതെത്തണമല്ലോ, എത്തിയാൽ മാത്രമല്ല ചായപ്പൊടി പ്രക്രിയ പൂർത്തിയാകുള്ളൂ. അങ്ങനെ വേണ്ട അതിലേക്കൂടെ കടന്ന് ഓരോ മെഷീനിൽ കൂടെ ഓരോ അരിപ്പകളിൽ കൂടെ കേട്ടോ ശരിക്കും പറഞ്ഞത് പോകുന്നത്. പരന്ന അരിപ്പ കേട്ടോ. അതിലെ കൂടെയൊക്കെ കടന്നത് വലിയൊരു കുഴൽ കണ്ടോ. ആ കുഴലിൻ്റെ ഉള്ളിലേക്കാണ് ഇതൊക്കെ ഈ പൊടികളൊക്കെ പോകുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത ഭാഗത്ത് കുറേ വേപ്പറുണ്ട് കേട്ടോ. എന്താ പറയുക, അത് ഒരു വെള്ളം ചീറ്റുന്ന സ്പ്രേ പോലത്തെ സാധനമുണ്ട്, അതിലെ കൂടെ കേട്ടോ പിന്നെ പോകുന്നത്. അങ്ങനെ വേണ്ടേ അതിലെ കൂടെയൊക്കെ കടന്നത് കണ്ടോ. അത് കണ്ടോ, ഞാൻ പറഞ്ഞ സ്പ്രേ ഇല്ലേ, ആ സ്പ്രേ പോലത്തെ സാധനം അവിടെ എത്തുമ്പോഴേക്കും ചായപ്പൊടി കുറേ ഇങ്ങനെ കൂടി കിടക്കും കേട്ടോ. അതെന്തിനാ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്താണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. കാരണം ഇവിടെ കണ്ടോ മെഷീനിൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാരൊന്നും അങ്ങനെ നിൽക്കില്ല. കാരണം എല്ലാം മെഷീൻ ചെയ്യുന്നത് കൊണ്ട് അവിടെ ജസ്റ്റ് നോക്കാൻ മാത്രം ഒരാളെ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് നമ്മൾ വിചാരിക്കും അതിന് ചായപ്പൊടി ഒന്നും അങ്ങനെ മേലേക്ക് പോകുന്നില്ല എന്ന് വിചാരിക്കും, പക്ഷേ പോകുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് പിന്നെ അടുത്തയിലേക്ക് വന്ന് അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഒരു മെഷീനിൽ നിന്ന് അടുത്ത മെഷീനിലേക്ക് അങ്ങനത്തെ കണ്ടോ, അതിങ്ങനെ വന്ന് പിന്നെ അത് കുറേ കവർ പാക്കറ്റിലാക്കുന്നുണ്ട്. പിന്നെ തരികളൊക്കെ വേറൊരു ചാക്കിലേക്ക് ആക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇത് പാക്കറ്റൊക്കെ ആക്കി വിട്ടത് കേട്ടോ, സാധാ ചായപ്പൊടി ആക്കി വിട്ടത്. പിന്നെ അത്യാവശ്യം വലിയ കണികളുള്ള ചായപ്പൊടിയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ലേ, ചെറിയ കണി വലിയ കണികളൊക്കെ ഉള്ളത്. അപ്പോൾ അതായിരിക്കും ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ. അതൊക്കെ ഞാൻ പറഞ്ഞ കുറേ അരിപ്പകളെന്ന് പറഞ്ഞത് അതുകൊണ്ട് കേട്ടോ. ഫിൽറ്റർ ചെയ്താണ് വരുന്നത്. ഇതാണ് നമ്മുടെ ചായപ്പൊടീൻ്റെ പേര്, ദൊഡ്ഡപ്പേട്ട ടീ ഫാക്ടറിൻ്റെ അവിടുത്തെ ചായപ്പൊടീൻ്റെ കവറാട്ടോ ഇത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെ നമ്മളുടെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേ നമുക്ക് കാണുന്നത്, നമുക്ക് അവിടെ നിന്ന് അവരുടെ ചായപ്പൊടി കൊണ്ട് നമുക്ക് ചായ തരും കേട്ടോ. അതിവിടെ വരുന്ന എല്ലാവർക്കും ഉണ്ട്, ഒരാൾക്ക് മാത്രം എല്ലാവർക്കും കിട്ടും കേട്ടോ. നല്ല ചായ, നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ, പാൽ ചായ കിട്ടുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് നമുക്ക് പാൽ ചായ അവിടെ തരും. അതൊക്കെ നമ്മൾ കുടിച്ച് നമ്മളവിടെ ഗ്ലാസ് കൊണ്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ കുറേ ചായപ്പൊടീൻ്റെ തന്നെ പല സെക്ഷനുണ്ട്. അതായത് ഇപ്പോൾ മസാല ടീ, ജിഞ്ചർ ടീ, വൈറ്റ് ടീ, അങ്ങനെ കുറേ പൊടികളുണ്ട്. അതെല്ലാം അവിടെ ഒരു സെക്ഷനിൽ അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടേതായ എല്ലാ ചായപ്പൊടീൻ്റെ പ്രൊഡക്റ്റ് അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്ത് നമുക്ക് അവിടെ നിന്ന് വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ വേണ്ട ഒരു ഏലക്കായൻ്റെ ചായപ്പൊടീൻ്റെ വാങ്ങിയിട്ടോ. പിന്നെ ചോക്ലേറ്റ് ടീ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, എണ്ണിക്കൂടാത്ത കുറേ ഉണ്ട്. പിന്നെ നമ്മുടെ ഹെയർ എസൻഷ്യൽ ഓയിൽസ് ഉണ്ട്, എന്താ പറയുക, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വൈകിട്ട് ഒരു 4:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തെ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് അടുത്തത് അങ്ങനെ വേണ്ടേ ഞങ്ങളെല്ലാവരും കൂടെ
നമ്മുടെ ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി ഇതെല്ലാം ഒറ്റ ബിൽഡിങ് തന്നെ കേട്ടോ. സെക്ഷൻ വേറെ ആണെങ്കിൽ ഒറ്റ ബിൽഡിങ്ങാണ്. ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി നേരെ അടുത്തത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി ഇതൊക്കെ എൻട്രൻസ് ഫീസൊക്കെ ഒറ്റ ഫീസേ ഉള്ളൂ കേട്ടോ. 2 ഫാക്ടറിയും കൂടെ അങ്ങനെ വേണ്ട നമ്മൾ ചെറിയൊരു ഇടനാഴിയിൽ കൂടെ കേട്ടോ കയറുന്നത്. അങ്ങനെ കയറി നമ്മൾ ഫസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറി നമുക്ക് ചെന്നപാടെ അവർ 2 ചോക്ലേറ്റ് തരും കേട്ടോ. 2 സെപ്പറേറ്റ് 2 എന്താ പറയുക 2 ടേസ്റ്റും 2 മോഡലാട്ടോ. അങ്ങനെ നമുക്കത് അവർ ചെന്നപാടെ തരും കണ്ടോ. ഈ 2 ടൈപ്പാട്ടോ അത്. അതെല്ലാം കണ്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോക്ലേറ്റ് എന്താ പറയുക മിക്സ് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളിട്ട് അവിടെ കാണുന്നത്. വീഡിയോയിൽ നമ്മൾക്ക് അങ്ങനെ അടുത്ത് കാണത്തില്ല, എന്നാലും ഗ്ലാസ്സൊക്കെ ഇട്ട് ഫുൾ കവർ ചെയ്ത് കേട്ടോ പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടോ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന മെഷീനാട്ടോ ആ കാണുന്നത്. അങ്ങനെ അവിടെ നിന്നുള്ള മെഷീനിൽ കൂടെ കുഴച്ച് പരത്തി നമുക്ക് കാണുന്ന രീതിയിലുള്ള എന്താ ഉരുണ്ട ടൈപ്പ്, അതായത് അതിൻ്റെ ഉള്ളിൽ പിന്നെ ബദാമുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ ബോൾ ഷേപ്പുള്ള ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ കേട്ടോ. പിന്നെ വേണ്ട ഞങ്ങൾ ഓരോ ടൈപ്പ് ചോക്ലേറ്റിൻ്റെ അവിടെ എഴുതി വെച്ച് ബട്ടർ, അങ്ങനെ കുറേ ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ട്. ഞങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. എന്താ പറയുക ലൂസായിട്ടും ഉണ്ട്, പാക്കറ്റിലായിട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാം കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ വാങ്ങിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ചോക്ലേറ്റ് വാങ്ങി, ഒരു ഹാർട്ട് ഷേപ്പ് ചോക്ലേറ്റ് 400 രൂപ കേട്ടോ. ചെറിയ വിലയൊന്നുമല്ല, അത്യാവശ്യം നല്ല വിലയുണ്ട്. പക്ഷേ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ കുറവുണ്ട്. നല്ലൊരു ചോക്ലേറ്റ് വാങ്ങാം കേട്ടോ. എന്ന് വെച്ചാൽ അവിടുത്തെ ചോക്ലേറ്റ് ഓവർ മധുരമൊന്നുമില്ല, മധുരമുണ്ട്, കഴിക്കുമ്പോൾ ഒരു മധുരമുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല മധുരം. ഇവിടുത്തെ പോലത്തെ ചോക്ലേറ്റിൽ ഇവിടെയൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെച്ച് തരി ഉണ്ടാകും. ഞാൻ കഴിച്ചേക്കുന്നത് അങ്ങനത്തെ ഒരു തെച്ച് തരിപ്പുണ്ടാകും. പക്ഷേ അവിടുത്തെ ചോക്ലേറ്റ് തന്നെ ഈ കാണുന്ന ഹാർട്ട് ഷേപ്പ് ചോക്ലേറ്റിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് കണ്ടോ. ഓരോന്ന് ലൂസായിട്ട് കൊടുക്കും, അല്ലാതെ കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം അവിടുന്ന് വാങ്ങാം. അങ്ങനെ ഞങ്ങൾ വേണ്ടേ അതെല്ലാം വാങ്ങി ഇതാട്ടോ. നല്ല തിരക്ക്, നല്ല ഞങ്ങൾ വെക്കേഷൻ ടൈം പോയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേണ്ടേ ഒരു ബേഗ് കടയിലാട്ടോ കയറിയത്. അവിടെ റേറ്റൊക്കെ ഏകദേശം വില കൂടുതൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവൾക്കൊരു പോപ്പിറ്റ ബാഗ് വാങ്ങണമെന്ന് പറഞ്ഞു. അവൾക്കൊരു പോപ്പിറ്റ ബാഗ് വാങ്ങി. പിന്നെ ചേട്ടായിക്ക് ഒരു പേഴ്സ് വാങ്ങി കേട്ടോ. കണ്ടോ അവർ പോപ്പിറ്റ ബാഗ് ഇട്ട് അവൾ ഷോ കാണിക്കുക കേട്ടോ. ഭയങ്കര ഷോയാണേ കണ്ടോ. അവൾ പറഞ്ഞ് അവൾ ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സീരിയസ് ആയി നിൽക്കുക കേട്ടോ. നമ്മളങ്ങനെ പോയി. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും സമയം വൈകുന്നേരമായി, ചെറിയ തണുപ്പൊക്കെ തുടങ്ങി കേട്ടോ. ചെറിയൊരു കാറ്റും തണുപ്പും 5:30 ആയിട്ടോ ഏകദേശം. അങ്ങനെ ചെയ്യേണ്ടത് ഞങ്ങൾ അവിടെ നിന്ന് വേണ്ടേ പുറത്തിറങ്ങി. അകത്ത് ഞങ്ങളിനി പിന്നെ ഇനി പോകാൻ സമയമില്ല കേട്ടോ. 5:30 ആയില്ല. പിന്നെ പോയി കാണാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേണ്ടേ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാട്ടോ പുറത്തെ വ്യൂ. അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഒരു 7 മണി വരെ കണ്ടെത്തുന്ന സമയം. 7 മണി വരെ എങ്ങാണ്ടാണ് അവിടെ ക്ലോസ് ചെയ്യുന്ന സമയം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ അപ്പോഴേക്കാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു നമ്മുടെ ഈ പാർക്ക് പോലെ സംഭവമുണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ട്. അതൊരു സൈഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്താ റോപ്പ് വേ അങ്ങനത്തെ ഇരിക്കില്ലേ, അത് കുറേ സംഭവങ്ങൾ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കയറാനുള്ള സമയമില്ല. അപ്പോൾ തന്നെ സന്ധ്യയൊക്കെ ആവാനായത് കൊണ്ട് പിന്നെ നമ്മൾ വേഗം വെക്കേഷൻ ടൈമൊക്കെ ആയിട്ട് നമുക്ക് വേഗം റൂമിലെത്തണമല്ലോ. അപ്പോൾ റൂം കണ്ടുപിടിച്ച് വേണം പിന്നെ നമുക്ക് പോകാൻ. നമുക്ക് നേരത്തെ റൂമൊന്നും എടുത്ത് വെച്ചില്ല. അപ്പം എന്താ ഈ സീസൺ ടൈം ആയതുകൊണ്ട് എല്ലാം ഫുള്ളാകുമല്ലോ റൂമൊക്കെ. അതുകൊണ്ട് നമ്മൾ വേഗം അവിടുത്തെ കാഴ്ചകളിൽ അങ്ങനത്തെ ഞങ്ങൾ റൂമിലെത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ വണ്ടിയിലാട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾ 3 പേർക്ക് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ റോയൽ റെസിഡൻസിലാണ് കേട്ടോ ഞങ്ങൾ വന്ന് ചേർന്നത്. അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടെ റൂം എടുക്കാൻ അവിടെ എല്ലാ സംഭവങ്ങളൊക്കെ എഴുതി വെച്ച് ഞങ്ങൾ ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മേലേക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അവിടെ ക്യാഷ് ഫുൾ നമ്മൾ അടയ്ക്കണം കേട്ടോ, പേ ചെയ്യണം. നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ വേണ്ടേ റൂമിലേക്ക് പോവുക കേട്ടോ. നമ്മുടെ 3-ാമത്തെ നിലയോ 4-ാമത്തെ നില കണ്ടെന്നെങ്കിൽ തോന്നേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങളങ്ങനെ പോവുക കേട്ടോ. അങ്ങനെ പോയി ഞങ്ങൾ വേണ്ട റൂമിലൊക്കെ എത്തി ഒന്ന് ഫ്രഷ് ആയി നമ്മൾ പുറത്തിറങ്ങാൻ. അപ്പോഴേക്കും നല്ല തണുപ്പ് തുടങ്ങി കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ എല്ലാം എന്തായാലും ഊട്ടി. അപ്പോഴേക്കും റൂമിൽ ചൂടുണ്ട്, പക്ഷേ അങ്ങനെ ചൂടല്ല. ഇതാട്ടോ റൂം, നല്ല സെറ്റപ്പ് റൂമാട്ടോ. റൂമിലെത്തി. പിന്നെ നമുക്ക് അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേണ്ടേ എല്ലാ റൂമിലൊക്കെ ചെന്ന് ക്ഷീണിച്ച് അവശതയായിട്ടോ ഞങ്ങൾ രാവിലെ ഞങ്ങളൊരു 4 മണിക്ക് അപ്പുറത്ത് ഇറങ്ങിയതല്ലേ. പിന്നെ ഫുൾ അലച്ചിൽ നടത്തമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടുത്തെ പോലെ വലിയ ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്ഷീണം തോന്നിയില്ല. അങ്ങനെ വേണ്ടേ അവിടുത്തെ കിച്ചണിൽ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ മേലെ ടെറസിൻ്റെ മേലെ വന്ന് സന്ധ്യയ്ക്കത്തെ അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ വേണ്ടേ എല്ലാവരും കുളിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ രാത്രിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിക്കായി ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഭക്ഷണമെല്ലാം കഴിച്ച് രാത്രിക്കത്തെ ഊട്ടി വ്യൂ എല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ കിടക്കാൻ വേണ്ടി പോയി. ഇനി ബാക്കിയുള്ള വീഡിയോസ് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റാ.